ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നു. നല്ല തിരക്കാണ് കേട്ടോ. കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, പോയിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഫസ്റ്റ് പുറത്ത് നിന്നിട്ടൊന്ന് തൊഴുതു. ഞാൻ കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ നിന്നു കേട്ടോ. കുറച്ച് നേരം കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ട് കുറേ നേരം ഭഗവാന്റെ അടുത്തിരുന്നു. നന്നായി കാണുന്നുണ്ടായിരുന്നേ. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഭയങ്കര തിരക്കായ കാരണം പിന്നെ പുറത്ത് തന്നെ നിന്ന് തൊഴുതു. ഒരു കടയുടെ മുമ്പിലൊക്കെ ഓരോന്ന് അലങ്കരിക്കുന്നേ ഉള്ളൂ കേട്ടോ അവരൊക്കെ. പിന്നെ അങ്ങനെ നമ്മൾ വരിയിൽ പോയി നിന്നു. വരിയിൽ പുറത്തുനിന്നൊക്കെ വരി കയറ്റി വിടണ്ടായിരുന്നു. പിന്നെ ഒരു മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നിന്നതിന് ശേഷമാണ് നമുക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ പോയി കഞ്ഞി കുടിക്കാൻ വേണ്ടി അവിടെ എത്തുമ്പോൾ ഒരു 10:15 ആയിട്ടുണ്ട്. 10:30 പറയായിരിക്കും. അങ്ങനെ വരിയിൽ നിന്ന് 10:30 ആകുമ്പോൾ വരിയിൽ നിന്ന് 11:30 ആവണം അങ്ങോട്ട് കയറ്റി വിട്ടപ്പോൾ കഞ്ഞി കുടിക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊക്കെ ഉണ്ടാവും. ആദ്യം വിളമ്പി തന്നെ ഒരു പ്രാവശ്യം വിളമ്പി തന്നെ എത്രയ്ക്ക് അധികം ഉണ്ട്. പിന്നെ പുഴുക്കും അത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തേക്ക് വയറ് നിറയും. അത്രയ്ക്ക് അധികം കഴിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് അധികം ഉണ്ടായിരുന്നു അതിൽ. എന്നാലും ഭഗവാന്റെ പ്രസാദം വന്ന് കഴിക്കും. അപ്പോൾ വീട്ടിൽ പകർച്ചയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അമ്പലത്തിൽ വന്ന് കഴിക്കേണ്ടത് ഒരു പ്രത്യേകത തന്നെയല്ലേ. അങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങി അവിടെ കലവരുടെ അത് കൂടെ ഇങ്ങനെ പോന്നു പടിഞ്ഞാറേ നടയ്ക്ക്. അവിടെ തന്നെ ബസ് നിർത്താം. നാളേക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ച ചക്കയാണ് കേട്ടത്. ഇടിച്ചക്ക. അപ്പോൾ ശരി കേട്ടോ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.